الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو على كل شيء قدير وأشهد أن نبينا وحبيبنا محمدا صلى الله عليه وعلى آله وأصحابه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ചു അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, കൊതിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശ്വാസികളായ നമ്മുടെ മനസ്സ് ഇന്നു മുതൽ ഏതാനും ദിവസങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. ഇന്ന് ദുൽഹജ്ജ് മാസത്തിലെ 1-ാമത്തെ ദിവസമാണ്. നമ്മുടെ മനസ്സ് വിശുദ്ധ മക്കയിലാണിപ്പോൾ. ഹജ്ജ് ചെയ്തവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായ എല്ലാവരുടെയും മനസ്സവിടെയാണ്. ചെയ്തവർക്ക് ആ ചെയ്ത കർമ്മങ്ങളിലെ അനുഗ്രഹമുള്ള തഖ്വയുള്ള സ്മരണകൾ മനസ്സിൽ സന്തോഷമുണ്ടാക്കുകയും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമായി വീണ്ടും വീണ്ടും മനസ്സുകൾ അങ്ങോട്ട് തന്നെ ചായ്ഞ്ഞ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഹജ്ജിന് പോകാത്തവരുടെ മനസ്സാകട്ടെ വിശുദ്ധ കഅബ കാണാനുള്ള കൊതിയും ആ കർമ്മം ചെയ്യാനുള്ള ഉത്കടമായ ആഗ്രഹവും, ആ കർമ്മം ചെയ്ത് വിശുദ്ധമായ നിർമ്മലമായ മനസ്സോടെ തൻ്റെ ഉമ്മ തന്നെ പ്രസവിച്ച അന്നത്തെപ്പോലെ നിഷ്കളങ്കനായി, നിർമ്മലനായി, പാപസുരക്ഷിതനായി, പാപമില്ലാത്തവനായി മാറാനുമുള്ള വല്ലാത്ത ആഗ്രഹം. അള്ളാഹു ആ ആഗ്രഹം നമുക്കെല്ലാം പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ഈ വർഷം ഹജ്ജിന് പോകാൻ അനുഗ്രഹം ലഭിച്ച നമ്മുടെ സഹോദരീ സഹോദരങ്ങൾക്ക് അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായ കർമ്മം നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, അള്ളാഹു അതീവ സ്നേഹവും കാരുണ്യവുമുള്ളവനാണ്.
ആ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഗമായി ഹജ്ജിന് പോകാൻ, വിശുദ്ധ മക്കയിലെത്താൻ, കഅബയുടെ ഓരങ്ങളിൽ ചെന്നിരിക്കാൻ സാധ്യമാകാത്ത നമുക്കും ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ ഒരുപാട് പുണ്യങ്ങളും ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജ്ർ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായം ആരംഭിക്കുന്നത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രഭാതം തന്നെ സത്യം, വലയാലിൻ അശ്ർ, 10 ദിവസങ്ങൾ 10 രാത്രികളാണ് സത്യം. ഖുർആനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും വിശദീകരിച്ചിട്ടുള്ളത് ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് അത് എന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്നു. മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങൾ ഈ 10 ദിവസത്തേക്കാൾ മറ്റൊരു ദിവസവും ഇല്ല തന്നെ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ 10 ദിവസങ്ങളിൽ വിശ്വാസികൾ കർമ്മങ്ങൾ ചെയ്യുന്നത്, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഏറ്റവും പ്രിയമുള്ളതാണ് എന്നർത്ഥം. നമുക്കറിയാം ഈ 10 ദിവസങ്ങൾക്ക് എന്തുകൊണ്ട് പ്രത്യേകത വന്നു എന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരുപാട് സംഭവങ്ങളും അനുഭവങ്ങളും അനുസ്മരണങ്ങളും ചരിത്രങ്ങളും ഈ ദിവസങ്ങളിലൂടെ കടന്നുപോകുന്നു എന്നത് തന്നെയാണ്. ഈ വിശുദ്ധമായ 10 ദിവസങ്ങൾക്കുള്ളിലാണ് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ അറഫ ദിവസമുള്ളത്. ഈ ദിവസങ്ങളുടെ ഉള്ളിലാണ് അറഫ കഴിഞ്ഞാൽ സത്യവിശ്വാസികൾ, ഹാജിമാരുമല്ലാത്തവരുമെല്ലാം സന്തോഷത്തോടെ കർമ്മങ്ങൾ സ്വീകരിച്ചവരായി എന്ന സന്തോഷത്തോടെ തക്ബീർ മുഴക്കുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ പ്രാധാന്യമുണ്ടായി. അതുമാത്രമല്ല, ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ച, ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്ത എല്ലാവരും ഈ ദിവസങ്ങളിലാണ് അവിടെ എത്തിച്ചേരുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ ഈ ദിവസങ്ങൾ പരിശുദ്ധമാണ്, പവിത്രമാണ്, പ്രാധാന്യമർഹിക്കുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനെക്കുറിച്ച് പറയുമ്പോൾ, ഈ ദിവസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി ഹാജറ ബീവിയുടെ ചരിത്രം, അവരുടെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ചരിത്രം, അതിനെല്ലാം ശേഷം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പുണ്യമുള്ള, ഇത്രയും മഹത്തായ മറ്റൊരു ദിവസത്തെ ഇനി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനില്ല. അതുകൊണ്ട് പരമാവധി നാം ഉപയോഗപ്പെടുത്തുക. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു സംശയമുണ്ടായേക്കാം. പരിശുദ്ധ റമളാനിലെ അവസാനത്തെ ദിനങ്ങളാണ്, അവസാനത്തെ 10 ദിനങ്ങളാണ് ഏറ്റവും പുണ്യമായത് എന്നാണല്ലോ പഠിപ്പിച്ചത്. ഇപ്പോൾ എങ്ങനെ അത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളായി എന്ന് നമുക്ക് സംശയമുണ്ടായേക്കാം. ആ സംശയത്തിന് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു. റമളാനിലെ അവസാനത്തെ 10 രാവുകൾ, രാത്രികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് അത് തന്നെയാണ്.
രാത്രികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് റമളാനിലെ അവസാനത്തെ 10 രാവുകളാണ്. പകലുകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പകലുകളാണ്. അങ്ങനെ തന്നെ വേണം നാം മനസ്സിലാക്കാൻ. അതുകൊണ്ട് നമുക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. നമുക്കറിയാം, സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കേവലം കർമ്മങ്ങളല്ല, ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള കർമ്മങ്ങളല്ല. മറിച്ച് സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ കൃത്യമായ ഫലം, അതിന്റെ കൃത്യമായ എഫക്റ്റ് പടച്ച റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നു. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സാലിഹൻ, ഒരാൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ, അമലുസ്സാലിഹാത്തുകൾ ചെയ്താൽ, മിൻ ദക്കരിൻ ഔ ഉൻസാ, അവനാണായാലും പെണ്ണായാലും, വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്താൽ, എന്താണ് അതിന്റെ ഫലം? കേവലം കർമ്മങ്ങൾ ചെയ്തു എന്ന ഒരു അവസ്ഥയാണോ? അല്ല. ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, നാം അവന് ഏറ്റവും നല്ല ജീവിതം അവന് നാം നൽകും. ഹയാതൻ ത്വയ്യിബ, നല്ല ജീവിതം, സംതൃപ്തിയുള്ള ജീവിതം, സമ്പന്നമായ ജീവിതം. അതാണ് ഹയാത്തുൻ ത്വയ്യിബ. മനസ്സിന്റെ സംതൃപ്തിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സംതൃപ്തി. സൽക്കർമ്മങ്ങളിലൂടെ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യവും അതുതന്നെയാണ്. ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, സംതൃപ്തമായ ജീവിതം, സംതൃപ്തമായ സമ്പന്നമായ ജീവിതം. അതാണ് അമലുസ്സാലിഹാത്തുകളുടെ പരിസമാപ്തി. അത് പരലോകത്തല്ല, ദുനിയാവിൽ പോലും സംതൃപ്തമുള്ള ജീവിതം. ദുനിയാവിൽ ഒരു വിശ്വാസി ജീവിക്കുന്നത് പരിപൂർണ സംതൃപ്തിയോടും പരിപൂർണ സമാധാനത്തോടും കൂടിയാകണം. ആ സംതൃപ്തിയും സമാധാനവുമാണ് സൽക്കർമ്മങ്ങൾ നൽകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇത് പറയുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ മനസ്സിലൊരു അലട്ടലുണ്ട്. അതെന്താ? ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് എനിക്ക് സംതൃപ്തിയില്ലല്ലോ, എനിക്ക് സമാധാനമില്ലല്ലോ, എനിക്ക് ആശ്വാസമില്ലല്ലോ. സഹോദര, കുറ്റപ്പെടുത്തേണ്ടത് നമ്മയാണ്, സൽക്കർമ്മങ്ങളെയല്ല. ഇത് പഠിപ്പിച്ച പടച്ച റബ്ബിനെയല്ല, നമ്മയാണ് കുറ്റപ്പെടുത്തേണ്ടത്. നമ്മുടെ സൽക്കർമ്മങ്ങൾ കർമ്മങ്ങൾ മാത്രമായി മാറുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുര്യോഗം. ഈ സമൂഹത്തിന്റെ, സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രയാസം, കർമ്മങ്ങൾ ചെയ്യുന്നു, പ്രവർത്തികൾ നടക്കുന്നു, പ്രവർത്തനങ്ങൾ നടക്കുന്നു, പക്ഷേ അത് സൽക്കർമ്മങ്ങളാകുന്നില്ല. സൽക്കർമ്മങ്ങളാകണം. സൽക്കർമ്മങ്ങളായാൽ ഹയാത്തുൻ ത്വയ്യിബ ലഭിക്കും. എങ്ങനെയാണ് സൽക്കർമ്മങ്ങളാവുക? 2 നിബന്ധനകൾ സൽക്കർമ്മങ്ങളാകാൻ നാം പാലിച്ചേ തീരൂ. ഒന്നാമത്തേത്, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ടി മാത്രമാവുക. ഇഖ്ലാസ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ വിശദീകരിച്ചതാണ്. രണ്ടാമത്തേത്, നമ്മുടെ കർമ്മങ്ങളുടെ സുതാര്യത, നമ്മുടെ കർമ്മങ്ങളുടെ മാതൃക സുതാര്യമായ സുന്നത്തുകളായിരിക്കണം, ശുദ്ധമായ സഹീഹായ സുന്നത്തുകളായിരിക്കണം. നമുക്കൊരു നേതാവുണ്ടായിരുന്നു. ആ നേതാവ് നമുക്ക് മുമ്പ് ജീവിച്ചു പോയത് ആ നേതാവിന് സിന്ദാബാദ് വിളിക്കാനല്ല, ആ നേതാവിനോട് സ്നേഹമുണ്ട്, ആദരവുണ്ടെന്ന് പ്രഖ്യാപിക്കാനല്ല, മറിച്ച് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിശ്ചയമായും അല്ലാഹുവിന്റെ ദൂതരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മാതൃക ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നേതാവ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും കൂടിച്ചേർന്നാലേ കർമ്മങ്ങൾ സൽക്കർമ്മമാകൂ. ഇത് രണ്ടും കൂടിച്ചേർന്ന കർമ്മങ്ങൾ നാം ചെയ്താൽ നമുക്ക് സമാധാനം കിട്ടും. അതാണ് അല്ലാഹു പഠിപ്പിച്ചത്, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, ഈ സൽക്കർമ്മങ്ങൾക്ക് പുണ്യം ലഭിക്കുന്ന ദിവസത്തിൽ നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ വിഷയം,
എനിക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനാകണം. സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു പറഞ്ഞ എഫക്റ്റ് ലഭിക്കണം. അത് ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് ആ എഫക്റ്റ് കിട്ടാവുന്ന അവസ്ഥയിലേക്ക് നാം നമ്മെ മാറ്റിയെടുക്കണം. അപ്പൊ ഇഖ്ലാസും സുന്നത്തുമില്ലാത്ത അവസ്ഥയെ നാം ഭയപ്പെടണം. അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ ചെയ്യുക എന്ന അവസ്ഥ. നമുക്കറിയാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അറിയാമോ നിങ്ങൾക്ക് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ആരായിരുന്നു എന്ന് നമുക്കറിയാം. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. അള്ളാഹുവിന്റെ ഖലീൽ എന്ന് വിളിച്ച മഹാൻ. ആലോചിച്ച് നോക്കൂ, അദ്ദേഹമാണ് പരിശുദ്ധ കഅബ ശരീഫ് നിർമ്മിച്ചത്. നമുക്കറിയാം, കഅബ ശരീഫ് നിർമ്മിക്കാൻ മഹാസൗഭാഗ്യം ലഭിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം. നമുക്കറിയാം, അദ്ദേഹമാണ് ഇന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന തൽബിയത്ത് മുഴക്കുന്ന മുഴുവൻ ഹാജിമാരെയും ഹജ്ജിന് വേണ്ടി ക്ഷണിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ മഹത്വം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അദ്ദേഹം ആരാണ്? അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ച് ഏറ്റവും ശുദ്ധനാക്കി, ഏറ്റവും വൃത്തിയുള്ളവനാക്കി, അല്ലേ? ആ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പേടിച്ചത് എന്താണെന്നറിയോ? എന്താ അദ്ദേഹം പേടിച്ചത്? അദ്ദേഹത്തിന്റെ മക്കൾ വഴിപഴച്ചു പോകുമെന്നല്ല. അദ്ദേഹം മരണപ്പെട്ടാൽ തന്റെ ഭാര്യയും മക്കളും അന്യാധീനപ്പെട്ടു പോകുമെന്നല്ല. താമസിക്കാൻ ഒരു കൂര ഉണ്ടാകാതിരിക്കും, പുരയിടം ലഭിക്കാതെ പോകുമെന്നല്ല. പട്ടിണി കിടക്കേണ്ടി വരുമെന്നല്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നിഴലിച്ചു നിൽക്കുന്നത് എന്താ? വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. പടച്ചോനെ, എന്നെയും എന്റെ മക്കളെയും ആരാ ഞാൻ? തൗഹീദിന്റെ ഒന്നാമത്തെ ശക്തിയുള്ള വാഹകൻ, തൗഹീദിന്റെ നേതാവ്, ഒന്നാമത്തെ മുവഹ്ഹിദ്. അദ്ദേഹം പറയുകയാണ്, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. എന്നെയും എന്റെ മക്കളെയും ബിംബങ്ങൾക്ക് ഇബാദത്ത് ചെയ്തു പോകുന്നതിൽ നിന്ന് നീ അകറ്റിത്തരണമേ റബ്ബേ. ഇഖ്ലാസ്, ആർക്കും ഇഖ്ലാസിൽ കുറവ് സംഭവിക്കാം. അതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അത്. സഹോദരന്മാരെ, ആ ഇഖ്ലാസുള്ള ഒരവസ്ഥ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ, ഇബാദത്തുള്ള കർമ്മങ്ങൾ മുഴുവൻ പടച്ച റബ്ബിന് മാത്രം സമർപ്പിക്കുന്ന ഒരവസ്ഥ, അതാണ് സൽക്കർമ്മങ്ങളിലെ ഒന്നാമത്തെ കാര്യം. അപ്പോഴേ സമാധാനം ഉണ്ടാകൂ. സമാധാനം അവിടുന്ന് കിട്ടൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദ് പ്രബോധനവുമായി വന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ആ നാട്ടിൽ ആരാധിക്കപ്പെട്ടിരുന്ന മുഴുവൻ വിഗ്രഹങ്ങളെയും അദ്ദേഹം ജനങ്ങൾക്ക് ബോധ്യമാകാൻ വേണ്ടി ഒരു ശരിയായ പാഠമെന്ന നിലക്ക് നശിപ്പിച്ചു. നമുക്കറിയാം ആ ചരിത്രം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മുശ്രിക്ക് നേതാക്കന്മാർ വന്ന് അദ്ദേഹത്തെ പേടിപ്പിച്ചു. ഇബ്രാഹിം, നിനക്ക് അപകടം പറ്റും, നിനക്ക് പ്രശ്നമുണ്ടാകും. കാരണം നീ തൊട്ടതും കളിച്ചതും ആരോടാ? ആലോചിച്ച് നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാം ആ സമയത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ചു, വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ്. എങ്ങനെയാണ് നിങ്ങൾ ശിർക്ക് ചെയ്ത, പങ്കു ചേർത്ത ആളുകളെ ഞാൻ ഭയപ്പെടുക? എങ്ങനെ ഞാൻ ഭയപ്പെടും? നിങ്ങളാകട്ടെ വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ്, ഒരിക്കലും പങ്കു ചേർക്കാൻ പറ്റാത്ത അല്ലാഹുവിൽ നിങ്ങൾ പങ്കു ചേർത്തു എന്നതുകൊണ്ട് വല്ല കുരുത്തക്കേടും നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് നിങ്ങൾ പേടിക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ പേടിക്കാനോ? എനിക്കോ പേടി? അതാണ് ഇഖ്ലാസിന്റെ ഗുണം. അതാണ് ധൈര്യമായി നമുക്ക് പറയാൻ സാധിക്കും. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന. അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാൻ നിങ്ങൾക്കൊരു രേഖയുമില്ല. അങ്ങനെ ശിർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പേടിയില്ല, അല്ലേ? എന്നിട്ട് ഞാൻ പേടിക്കേ? എന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ ഇൻ കുൻതും തഅലമൂൻ. മനുഷ്യരെ ഒന്ന് പറഞ്ഞുകൊണ്ടാ, നമ്മുടെ കൂട്ടത്തിൽ 2 ടീമുണ്ടല്ലോ, ഈ 2 ടീമിൽ 2 വിഭാഗത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സമാധാനം ലഭിക്കുക, ഏറ്റവും വലിയ നിർഭയത്വം ലഭിക്കുക? ആർക്കാ? വളരെ കൃത്യമാണല്ലോ. അള്ളാനെ വിട്ടാൽ പിന്നെ നമുക്ക് പേടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് സംഭവിച്ചാലും പേടിയാണ്. അവിടെ ഒരു വേദന വന്നാൽ പേടി, ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായാൽ പേടി. കാരണം എന്താ? അള്ളാനെ വിട്ടുപോയി.
അള്ളാഹനെ വിട്ടാൽ. അതുകൊണ്ടാണ് അള്ളാഹു അതിന്റെ ശേഷം പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തിൽ അക്രമം അഥവാ ശിർക്ക് കലരാതിരിക്കുകയും ചെയ്താൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് ഈ നിർഭയത്വം കിട്ടും. അതാണ് ഇഖ്ലാസിന്റെ പ്രത്യേകത, തൗഹീദിന്റെ പ്രത്യേകത. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ പോകാതിരുന്നാലോ ഭയങ്കര അപകടം. എന്താ അപകടം? ഏതാ ശരി ഏതാ തെറ്റും തിരിച്ചറിയില്ല. തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഏതാ? എവിടുന്ന് മനസ്സിലാക്കും? സാലിഹ് ഏത്, നല്ലതേത്, ചീത്ത ഏത് എന്ന് എവിടുന്ന് മനസ്സിലാക്കും? മനസ്സിലാക്കാനുള്ള യഥാർത്ഥത്തിലുള്ള അളവുകോലാണ് എന്ത്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതുകൊണ്ടാണ് പടച്ച റബ്ബ് പഠിപ്പിച്ചത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. നിങ്ങൾക്ക് ഞാനൊരു റസൂലിനെ പറഞ്ഞയച്ചു തന്നില്ലേ, ആ റസൂൽ നിങ്ങൾക്ക് എന്താണോ നൽകിയത് അത് നിങ്ങൾ സ്വീകരിച്ചോ ചെയ്തോ. വമാ നഹാകും അൻഹു ഫൻതഹു. ആ റസൂൽ എന്താണോ നിങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞ ഇത് മാറി നിൽക്കണം. അതാണ് സഹോദരന്മാരെ സൽക്കർമ്മങ്ങളിലെ ഒന്നാമത്തേത്, അഥവാ തൗഹീദും സുന്നത്തുമാണ്. തൗഹീദും സുന്നത്തും അത് രണ്ടും ഉണ്ടായാൽ ഫലനുഹിയന്നഹു ഹയാത്തൻ, ഇല്ലെങ്കിലോ നമുക്ക് സമാധാനക്കേടായിരിക്കും. മാത്രമല്ല വലനജിസിയന്നഹും, അത് രണ്ടുണ്ടായാലോ, അത് രണ്ടുമുണ്ടായാൽ അവർക്ക് നാം പ്രതിഫലം നൽകും. അജ്റഹും, അവരുടെ പ്രതിഫലം ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, ഏറ്റവും അവർ പ്രവർത്തിക്കുന്നതിന് ഏറ്റവും നല്ല പ്രതിഫലം നൽകും. അതല്ല ഇതിന്റെ പ്രത്യേകത. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിർഭയത്വം കിട്ടുമെന്ന് മാത്രമല്ല, നമുക്ക് തൗഹീദും സുന്നത്തും ഉണ്ടായാൽ, എന്തുകൊണ്ട് തൗഹീദ്, എന്തുകൊണ്ട് സുന്നത്ത്, സൽക്കർമ്മങ്ങളിലെ ഒന്നാമത്തേതായി തൗഹീദും സുന്നത്തും നമുക്ക് എന്തുകൊണ്ട് എണ്ണാൻ സാധിക്കുന്നു ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം അതുകൊണ്ട് നിർഭയത്വവും സമാധാനം കിട്ടും. രണ്ടാമത്തെ ഉത്തരം അള്ളാഹുവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ അത് വേണം. അള്ളാഹിന്റെ സ്നേഹം കിട്ടാൻ ഞാൻ ഒരു രക്ഷയില്ല. അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ തൃപ്തിയുമാണല്ലോ നമ്മൾ ആഗ്രഹിക്കേണ്ടതും കൊതിക്കേണ്ടതും പണിയെടുക്കേണ്ടതും. അത് അള്ളാഹു പഠിപ്പിച്ചത്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അള്ളാഹ് വിശ്വസിക്കുകയും അമലുസ്സാലിഹാത്തുകൾ ചെയ്യുകയും ചെയ്താൽ, അമലുസ്സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും തോന്നിയെന്നല്ല, ഇഖ്ലാസോടെ സുന്നത്തോടെ അതാണ് ചെയ്താൽ സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, പരമകാരുണികനായ റബ്ബ് അവർക്ക് സ്നേഹം ഉണ്ടാക്കി കൊടുക്കും. സ്നേഹിക്കും അവരെല്ലാവരും. സ്നേഹിക്കേണ്ടവരൊക്കെ അവരെന്ത് ചെയ്യും? സ്നേഹിക്കും. ഇയാൾ എന്നെ സ്നേഹിക്കണമല്ലോ എന്ന് നിങ്ങൾ എന്തായത് ബേജാറാകരുത്. ആരുടെ സ്നേഹം? ഒന്നാമത്തെ സ്നേഹം അള്ളാഹുവിൻ്റേത്, രണ്ടാമത്തേത് റസൂലിൻ്റേത്, ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടത്. മൂന്നാമത്തേത് അള്ളാഹു മലക്കുകളുടെ സ്നേഹം കൊടുക്കും. ചിലപ്പോൾ നാട്ടുകാരുടെ സ്നേഹം കിട്ടിയില്ല എന്നുണ്ടാവും. ചുറ്റുപാടുള്ളവർ നമ്മളെ വെറുത്തു എന്ന് വന്നാൽ അവർ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് അതും പറഞ്ഞു എന്ന് വെക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യം എന്താ? അള്ളാഹിന്റെ സ്നേഹം, റസൂലിന്റെ സ്നേഹം, റസൂലിനെ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹം. അത് നമ്മൾ ചോദിച്ചതല്ലോ, അള്ളാഹുവേ എനിക്ക് എന്ത് വേണം? എനിക്ക് നിന്റെ സ്നേഹം വേണം, നീ സ്നേഹിക്കുന്നവരുടെ സ്നേഹം, മലക്കുകളുടെ സ്നേഹം. ഇതൊക്കെ അള്ളാഹ് നമുക്ക് നൽകും. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സാധാരണ ഒന്നാമത്തെ കാര്യം അതായിരിക്കണം, തൗഹീദും സുന്നത്തും. അതാണ് സൽക്കർമ്മങ്ങളിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് നമസ്കാരങ്ങളിൽ നാം മാറ്റം വരുത്തണം. ഇപ്പൊ നമ്മൾ തോന്നുമ്പോഴുള്ള നിസ്കാര അല്ലെ, ഡ്യൂട്ടിക്ക് നീക്കുമ്പോഴുള്ള നിസ്കാര അല്ലെ, അല്ലെങ്കിൽ എനിക്ക് സമയം ഉണ്ടാവുമ്പോഴുള്ള നിസ്കാര, ഒഴിവുണ്ടാവുമ്പോഴുള്ള നിസ്കാരം. രണ്ടാമത് നമ്മൾ മാറ്റേണ്ടത് അവിടെയാണ്. ഈ പറയുന്നതിൽ വല്ല സത്യവും ശരിയുമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഈ ദുൽഹജ്ജ് 1 മുതൽ നമുക്ക് മാറ്റാൻ കഴിയണം. നമ്മൾ ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കണം. അതല്ലാത്ത ഒരു വകുപ്പും പ്രായപൂർത്തിയായ പുരുഷന് അവന്റെ മുമ്പിലില്ല. വിശദീകരിക്കണ്ടല്ലോ, ഒരുപാട് നമ്മൾ പഠിച്ചതും കേട്ടതുമാണ്. അതുകൊണ്ട് നിർബന്ധമായ നമസ്കാരം പള്ളിയിൽ വെച്ചാക്കാൻ ഇന്ന് ദുൽഹജ്ജ് 1 മുതൽ ശ്രദ്ധിക്കുക. തുടങ്ങുക. നമ്മൾ സാധിക്കും. കുറച്ചൊന്നും മെനക്കെട്ടാൽ, ശ്രമിച്ചാൽ ചെറിയ ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം വളരെ വലുതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വിഷയം, നവാഫിലുകൾ, സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഒരുപാട് സുന്നത്തുകൾ നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമുക്ക് സുന്നത്തായ കർമ്മങ്ങൾ, സുന്നത്തായ നിസ്കാരങ്ങൾ നമുക്കറിയാം. 12 റക്അത്ത് നമസ്കാരം സുന്നത്തായത്. സ്വർഗത്തിൽ അള്ളാഹു വീടുണ്ടാക്കി തരും എന്ന് പറഞ്ഞ സുന്നത്ത. പക്ഷെ നമ്മൾ പലപ്പോഴും അറിയാതെ വിട്ടുപോകുന്നു.
അശ്രദ്ധ, അലസത, ഇതൊന്നും ഇനി നമുക്ക് വരാൻ പാടില്ല. കാരണം സ്വർഗത്തിൽ വീട് വേണം. അതിന് 12 റക്അത്ത് ഒരു ദിവസം നിസ്കരിച്ചാൽ മതി. അത് നിർബന്ധമല്ലാത്ത 12 റക്അത്ത് നിസ്കാരം അറിയാലോ നമുക്ക് എപ്പോഴാണ്. അത് നമസ്കരിച്ചാൽ സ്വർഗത്തിൽ നമുക്ക് വീട് കിട്ടും. നമ്മൾ തുടങ്ങണം. നമുക്ക് ജീവിതത്തെ മാറ്റാൻ സാധിക്കണം. ഇനി അതല്ലാതെ സുജൂദുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുമോ? ഖിയാമുൽ ലൈലുകൾ, രാത്രിയിലുള്ള നമസ്കാരങ്ങൾ, മറ്റു വുളൂഇന് ശേഷമുള്ള നമസ്കാരം, എത്ര നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമോ? റസൂലുള്ളാഹിന്റെ വാചകം അലൈക ബികസറത്തി സുജൂദി ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് സുജൂദുകൾ വർദ്ധിപ്പിക്കുക. എന്നിട്ട് നബി പറഞ്ഞെന്താ അറിയോ? ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജ്ദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ വഖത്ത അൻക ബിഹാ ഖതിഅ. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്താൽ അല്ലാഹു അതുകൊണ്ട് ഒരു ഗ്രേഡ് നിങ്ങളെ ഉയർത്തും, ഒരു പാപം നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ സുജൂദുകൾ വർദ്ധിപ്പിക്കണം. സുന്നത്തായ നമസ്കാരങ്ങൾ പ്രത്യേകിച്ച് വർദ്ധിപ്പിക്കണം. നോമ്പുകൾ, ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട്. അത്രയും പുണ്യം വാരിക്കൂട്ടാൻ ആഗ്രഹമുള്ളവർ. നോമ്പ് വളരെ പുണ്യമുള്ള കർമ്മമാണ്. നമ്മൾ ഒരുപാട് സമയം നോമ്പിനെ കുറിച്ച് സംസാരിച്ചതാണ്. ഇനി മുഴുവൻ നോക്കാൻ പ്രയാസമുണ്ടാകും. നമ്മളൊക്കെ ജോലിക്കാരാണ്, പലതരത്തിലുള്ള. അങ്ങനെ വേണ്ട. അങ്ങനെ മുഴുവൻ നോറ്റ് പ്രയാസപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോമ്പ് നോറ്റ് എല്ലാ ദിവസവും നോമ്പ് നോൽക്കാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഈ ദിവസങ്ങളിലുള്ള തിങ്കളും വ്യാഴവും, അത് കഴിഞ്ഞാലുള്ള അറഫ നോമ്പ് പിന്നെ നമ്മളോട് പറയണ്ടല്ലോ. അറഫ നോമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധ നോമ്പ് നോക്കണ മാതിരി നമ്മൾ നോക്കണ. കാരണം എന്താ? കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തതാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക, വലിയ സംഗതിയാണ്. സദഖ, ദാനധർമ്മങ്ങൾ ഈ മാസത്തിൽ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുക ധാരാളമായി. ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ളതാണല്ലോ. അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ കൊടുത്താൽ അള്ളാഹ് നമുക്ക് നൽകും. അതാണ്. മാത്രല്ല അള്ളാഹ് മലക്കുകൾ എങ്ങനെ ആക്കിയേക്ക ദുആ ചെയ്യാൻ കൊടുക്കണോന്. അല്ലാഹുമ്മ അതി മുൻഫിഖൻ ഖലഫ, പഠിച്ചോനെ കൊടുക്കണോന് വീണ്ടും കൊടുക്കട്ടോ, വീണ്ടും കൊടുക്കട്ടോ. അള്ളാഹു ആളാക്കിയേക്ക പ്രാർത്ഥിക്കാൻ. എന്നിട്ട് അള്ളാഹ് കൊടുക്കുക. അള്ളാഹിന്റെ ആ ഒരു സിസ്റ്റം പരിശോധിച്ചു നോക്കി, എത്ര മനോഹരമാണ്. അള്ളാഹ് നമുക്ക് പൈസ തരാ, എന്നിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മളോട് പറയാ, കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് തരാ. എന്നിട്ട് അള്ളാഹ് തന്നെ ആളെയാക്കുക. എന്തിന്? പ്രാർത്ഥിക്കാൻ. മലക്കുകളാക്കിയിട്ട് മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. സുബ്ഹാനല്ലാഹ്. എന്താണ് ഇതൊരു വല്ലാത്ത സംഭവമാണ്, വല്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ അത് വർദ്ധിപ്പിക്കണം. ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കാവുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? സദഖ ചെയ്യാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുആദ് ബിൻ ജബൽ ചോദിച്ചു. മുആദ് ബിൻ ജബലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, നല്ല കാര്യങ്ങളുടെ വാതിലുകൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണ്? എന്നിട്ട് നബി പറഞ്ഞു, അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയാണ്, ശരീരിക്കണ്ടല്ലോ. വസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅ കമാ യുത്ഫിഉൽ മാഉ നാർ, തീയിലേക്ക് വെള്ളമൊഴിച്ചാൽ തീ എങ്ങനെ കെട്ടുപോകുമോ അതുപോലെ തെറ്റുകളും പാപങ്ങളും സദഖ കെടുത്തിക്കളയും. തെറ്റുകളെയും പാപങ്ങളെയും ഒക്കെ സദഖ എന്ത് ചെയ്യും? കെടുത്തിക്കളയും. ചൂടിൽ ഭയങ്കരമായ തീക്കത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കും. എന്തിനാ? തീ കെട്ടുപോകാൻ. അതേമാതിരി തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം? സദഖ ചെയ്യണം. ശരി, മറ്റൊരു വിഷയമാണ് അള്ളാഹുവിനെ സ്മരിക്കുക. ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ. അതാണ് വയദ്കുറു സ്മല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്. എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. ധാരാളമായി ദിക്ർ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ മിൻ അയ്യാമിൻ അഅളമ ഇൻദല്ലാഹി വലാ ഹബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസങ്ങളെക്കാൾ സൽക്കർമ്മം ചെയ്യാൻ അള്ളാഹുവിന് ഇഷ്ടമുള്ള ദിവസങ്ങൾ വേറെയില്ല. ഫഅക്സിറു ഫീഹിന്ന, അതുകൊണ്ട് നിങ്ങൾ അതിൽ വർദ്ധിപ്പിക്കണം. മിനത്ത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. തഹ്ലീൽ, തക്ബീർ, തഹ്മീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, തസ്ബീഹുകളൊക്കെ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. മറ്റൊന്ന് പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതുക. നമ്മൾ അവസാനത്തെ 10 ഒരു ഖത്തം തീർത്തല്ലോ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതുക, ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക. ഖുർആൻ പഠിപ്പിക്കുന്ന ഈമാൻ, വിശ്വാസവും ഇൽമും നൽകുന്ന സദസ്സുകളിൽ പങ്കെടുക്കുക. ആ സദസ്സുകളിൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ, റഹ്മത്തുകൾ ഉണ്ടാവും, റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഉണ്ടാവും. നമ്മൾ പ്രത്യേകമായ ഈ ദിവസം അവിടെ ചെന്നിരുന്നാൽ അതിനുള്ള ഒരു തുടക്കം നമുക്കുണ്ടായാൽ, ഖുർആൻ പഠിക്കാൻ ഒരുപാട് അവസരം എല്ലാ ദിവസവും അനൗൺസ് ചെയ്യുക, ഖുർആൻ പഠിക്കാൻ അവസരം. അപ്പൊ സഹോദരന്മാരെ, നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം ഈ ദിവസങ്ങളിലൂടെ. ഈ രൂപത്തിൽ എന്തൊക്കെയാണോ
അള്ളാഹുവിന് ഇഷ്ടമുള്ളത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്താണ്? സൽക്കർമ്മമാണ്. എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ എന്തൊക്കെ അതൊക്കെ നമ്മൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉദ്ഹിയ്യത്ത് നിങ്ങളോ വിശദീകരിക്കേണ്ടല്ലോ, നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. ഈ ഹജ്ജുമായി പെരുന്നാളുമായി ബന്ധപ്പെട്ട കർമ്മമാണ് ഉദ്ഹിയ്യത്ത്. സാധിക്കുന്നവരൊക്കെ അത് നിർവഹിക്കണം. ഉദ്ഹിയ്യത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്തവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നു മുതൽ അവര് ഫലാ യമസ്സ മിൻ ശഅരിഹി വബശരിഹി ശൈഅ, അവര് മുടിയും നഖവും ഒന്നും ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല ഇന്നു മുതൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഒരു ഹജ്ജിന്റെ പ്രതീതി നമ്മുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുകയാണ്. നമുക്ക് ഹജ്ജിന് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ ആ ഒരു പ്രതീതി അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളുടെ പുണ്യവും മഹത്വവും മനസ്സിൽ പ്രത്യേകമായി കെടാതെ സൂക്ഷിക്കുക. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക. റമളാനിൽ നമ്മൾ എങ്ങനെ അകന്നു നിന്നുവോ, പേടിച്ചുവോ, അതുപോലെ പേടിച്ച് അകന്നു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ. അൽഹംദുലില്ലാഹ് والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين فاتقوا الله عباد الله. തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണ് ഭക്ഷണം. പരിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ അത്ഭുതം കാണാൻ സാധിക്കും. മനുഷ്യന്റെ ജീവൻ നിലനിൽക്കാൻ അള്ളാഹു നൽകിയതാണ് എന്ത്? ഭക്ഷണം. ജീവൻ നിലനിൽക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ആവശ്യങ്ങളിൽപ്പെട്ടതാണ്. മനുഷ്യന് ജീവൻ മാത്രം പോരാ, മനുഷ്യന് ആരോഗ്യം വേണം. അതുകൊണ്ടാണ് പോഷകമുള്ള ഭക്ഷണങ്ങൾ അള്ളാഹു ഉണ്ടാക്കിയത്. എന്തിനാണ് ജീവനും ആരോഗ്യമൊക്കെ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാത്തിന്റെയും അടിസ്ഥാനം അള്ളാഹുവിനെ ഇബാദത്തിലേക്കാണ് മടങ്ങുന്നത്. അപ്പോൾ സഹോദരന്മാരെ, ഭക്ഷണവും പോഷകാഹാരങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. എന്താ ഭക്ഷണങ്ങളോടുള്ള നന്ദി? ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ നമുക്കറിയാലോ, ബിസ്മി ചൊല്ലാൻ പറഞ്ഞു. എന്തിനാ? ഇത് എന്റേതല്ല, അള്ളാന്റേതാണ്. നമുക്ക് ആ ഓർമ്മ വേണം. ഞാൻ ഉണ്ടാക്കിയതാ, ഞാൻ വാങ്ങിയതാണ്, ഞാൻ കൃഷി ചെയ്തത്, എന്റെ തോട്ടം ഒന്നുമല്ല. നമ്മൾ വിശദീകരിക്കണ്ടല്ലോ. ഒരു കാറ്റടിച്ചാൽ മതിയല്ലോ ഇതൊക്കെ പോകാൻ, അല്ലേ? ഒരു വെള്ളപ്പൊക്കം വന്നാൽ മതി, ഒരു ഇടിമിന്നൽ ഉണ്ടായാൽ മതി. അപ്പൊ ഒന്നും എന്റേതല്ല, ഒക്കെ അള്ളാന്റേതാ. അപ്പൊ അള്ളാഹുവിന്റേതാണ്. അതുകൊണ്ട് ബിസ്മില്ലാ ഇന്ന് തിന്നു കഴിഞ്ഞാലോ വയറൊക്കെ നിറഞ്ഞ് നല്ല രുചിയുള്ള ഭക്ഷണം, എന്റെ ശരീരത്തിനൊക്കെ പുഷ്ടിയുണ്ടായി, ആശ്വാസമുണ്ടായി, സമാധാനമുണ്ടായി. അൽഹംദുലില്ലാ. ഇതൊക്കെ അള്ളാഹുവിനുള്ള ശുക്റാണ്, നന്ദിയാണ്. പോരാ, ഒരു ശുക്ർ അള്ളാഹ് ഖുർആനിൽ പഠിപ്പിക്കണ്ട. എന്താ? കുലു വഷ്റബു വകുലു വഷ്റബു വലാ തുസ്രിഫു. അത് അള്ളാഹുവിനുള്ള നന്ദിയാണ്. തിന്നോളിയും കുടിച്ചോളിയും, പക്ഷെ വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാകുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ നേരം വെളുത്താ കാണുന്ന എന്താ? ആളുകളൊക്കെ ഭയങ്കരമായി സ്പീഡിൽ ഇങ്ങനെ നടക്കണ കാണാം, ഓടുന്ന കാണാം. കുറെ ആൾക്കാർ വീട്ടിൽ തന്നെ എന്തൊക്കെയോ മെഷീനും എഞ്ചിനും ഒക്കെ വെച്ച് ഭയങ്കരമായി നടത്തത്തിലും ഓട്ടത്തിലും ഒക്കെ. എന്താ പ്രശ്നം? എവിടുന്നുണ്ടായി? നമ്മൾ ആലോചിച്ചോ, എവിടുന്നുണ്ടായി? ഇസ്രാഫിൽ നിന്നുണ്ടായതാ. ഇസ്രാഫിൽ നിന്നുണ്ടായതാ. ശരീരത്തിന് ആവശ്യമില്ലാത്തത് ഇങ്ങനെ കൊടുത്തപ്പോൾ ശരീരം എന്തായി? അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമില്ലാത്തത് വന്നാൽ പിന്നെ അങ്ങനെ മാംസമാകും, മാംസത്തിന്റെ മേലെ നെയ്യാകും, ശരി, കുറച്ച് എല്ലുമേൽ ഒട്ടിപ്പിടിക്കും. ഇങ്ങനെയൊക്കെ വലുതായി ഇതിന് ആളുകൾ പല പേരിട്ടു, ജനങ്ങൾ പല പേരിട്ടു. ഇതൊക്കെ ഇവന്റെ ഭക്ഷണമാണ്. എന്നിട്ട് അത് ഒഴിവാക്കാനാണ് എന്തിന് ഓടണ ചാടണം ഒക്കെ. അള്ളാഹ് പറയണത് വലാ തുസ്രിഫു. ഇസ്രാഫ് പല കോലത്തിലാണ്. ഇസ്രാഫ് ചെയ്തതിന്റെ ഒന്നാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവൻ. ആളുകളൊക്കെ ഫാറ്റിയാണ്, ഭയങ്കര പ്രശ്നം, കൊളസ്ട്രോൾ ആണ്, അതാണ് ഇതാണ്, എന്തൊക്കെയോ രോഗം എല്ലാവർക്കും, ചെറിയ കുട്ടികൾ മുതല. കാരണം എന്താ? കൊടുക്കുന്നത് മുഴുവൻ അനാവശ്യമായത് ഒരുപാട് കൊടുക്കുകയാണ്. പാടില്ല. വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹുവിനത് ഇഷ്ടമല്ല. ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് ശ്രദ്ധിക്കണം. പാകം ചെയ്യുന്നവർ, വാങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കണം. എത്രയെ വാങ്ങിക്കൂട്ടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കണക്കാക്കിയ ഭക്ഷണമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹ് ഒരാളെ സൃഷ്ടിക്കുമ്പോൾ അയാൾക്കുള്ള റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്. അതിന്റെ അപ്പുറം ഉപയോഗിക്കാനുള്ള മനുഷ്യന്റെ വാഞ്ച മനുഷ്യൻ അവസാനിപ്പിക്കണം. അത്യാഗ്രഹമാണത്. അത്യാഗ്രഹം അവസാനിപ്പിക്കണം. പറ്റൂല. കുറെ ആൾക്കാർ പിന്നെ ഉണ്ടാക്കി പാകം ചെയ്തിട്ട് കുറെ തള്ളുകയാണ്, അല്ലേ? തൊട്ടടുത്ത ഈ വേസ്റ്റ് ബോക്സിലൊക്കെ ഒന്ന് ചെന്ന് നോക്കി, നിറയെ ഭക്ഷണമാണ്.
പാടുണ്ടോ സഹോദരന്മാരെ? നമുക്ക് പാടില്ല. ഇതൊക്കെ അള്ളാഹുവിനോടുള്ള നന്ദികേടാ. ഒരു നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ഒരു ലേശം ബാക്കി നമ്മൾക്ക് പുറത്തേക്ക് ഇടേണ്ടി വന്നാൽ അത് അള്ളാഹിനോടുള്ള നന്ദികേടാ. പേടിക്കണം നമ്മൾ. പടച്ചോൻ അതിന് നമ്മളെ ചിലപ്പോൾ എന്താക്കും? ബുദ്ധിമുട്ട്. 2 വറ്റല്ലേ ഉള്ളൂ. അതെ, ആ 2 വറ്റാണ്. ആ 2 വറ്റ് കിട്ടാതിരുന്നാൽ നിനക്ക് സംഭവിക്കാവുന്ന ഒരവസ്ഥയെക്കുറിച്ച് നീ ചിന്തിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വീടുകളിലൊക്കെ പല വീടുകളിലും മക്കൾക്കൊന്നും ഒരു ബോധമില്ല. ഇപ്പൊ ദുബായിൽ നിന്ന് പൈസ അയക്കണോണ്ട് നല്ല സുഖ, ഇഷ്ടം പോലെ വാങ്ങാം. മാറ്റണം അത്. പിശുക്ക് എന്നല്ല, ഞാൻ പിശുക്കനാകണം എന്നല്ല പറയണത്. നിയന്ത്രിക്കണം. എന്തിനു വേണ്ടി? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല ഈ ഏർപ്പാട്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു ഏർപ്പാട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. ഇനി വീട്ടിലൊക്കെ ഭക്ഷണം പാകം ചെയ്തു, അതിഥികളൊക്കെ ഉണ്ടായിരുന്നു, ഭക്ഷണം പാകം ചെയ്തു, കുറച്ച് ബാക്കിയായി, എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോ ഫ്രിഡ്ജൊക്കെ ഉണ്ട്, സുഖമാണ്, എടുത്തു വെച്ച് പിറ്റേ ദിവസവും കഴിക്കാം. പക്ഷെ ചില ആളുകൾക്ക് കഴിച്ചൂടാ. അത് ഇന്നലത്തതാണ്, കഴിച്ചൂടാണ്. ആരാ പറഞ്ഞ്? അല്ലെങ്കിൽ ഇപ്പൊ കഴിക്കണമൊക്കെ അന്നന്നത്താ ആണോ? ഫ്രീസറിലൊക്കെ എന്ന് ഫ്രീസ് ചെയ്ത് വെച്ചാ ഈ സാധനങ്ങളൊക്കെ അല്ലല്ലോ. അതൊന്നും പ്രശ്നമല്ല. വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചൂടാ. ഞാൻ ഇന്നത്തതേ കഴിക്കുള്ളൂ എന്നാ. മാറ്റണം സഹോദരന്മാരെ. ശരി, നീ ഇന്നത്തെ കഴിച്ചോ, എന്നാൽ ആ ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. തൊട്ടപ്പുറത്ത് ഒരുപാട് മനുഷ്യന്മാര് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നു, പട്ടിണി കിടക്കുന്നുണ്ട്. നിങ്ങൾ ഉച്ച സമയത്ത് നമ്മുടെ അൽക്കൂസിന്റെ ആ ഏരിയയിലൂടെ ഇങ്ങനെ നടന്നു നോക്കി, നിങ്ങൾക്ക് കാണാം മനുഷ്യന്മാര്, ജോലിയില്ലാത്ത മനുഷ്യന്മാര് പട്ടിണി കിടന്നിട്ട് ഇങ്ങനെ തെണ്ടുകയാണ്. എന്തെങ്കിലും ആരുടെയെങ്കിലും വേസ്റ്റ് കിട്ടാണ്ടോ? വല്ലാത്ത അവസ്ഥയാണ്. റസൂലുള്ള പഠിപ്പിച്ചല്ലോ, വമൻ കാന ഇൻദഹു ഫളു സാദിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ സാദ ലഹു. ആരുടെയെങ്കിലും അടുത്തെങ്കിലും ഭക്ഷണത്തിൽ അധികമുണ്ടെങ്കിൽ ഇല്ലാത്തവൻ അത് കൊണ്ടേ കൊടുക്കണം. അതുമായി ഇല്ലാത്തവനെ സന്ദർശിക്കണം, കൊടുക്കണം. അതിന് കുറച്ച് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. എന്നാ പിന്നെ നീ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ നീ എന്ത് ചെയ്യണം? ബാക്കിയായാൽ നീ തിന്നൂലെങ്കിൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ദുബായ് മുനിസിപ്പാലിറ്റി ഈ ആഴ്ച മുതൽ പുതിയ ഒരു യജ്ഞം തുടങ്ങിയിട്ടുണ്ട്. പ്രിസർവേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞിട്ട്, ഹിഫ്ളുൻ നിഅമ, പ്രിസർവേഷൻ ഓഫ് ഗ്രേസ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ദുബായ് മുനിസിപ്പാലിറ്റി ഒരു പ്രത്യേക വിഭാഗം തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായ ഭക്ഷണം ബാക്കിയുള്ളവരൊക്കെ അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ കൊണ്ടുപോയി പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്തോളും, കൊടുത്തോളും. നമ്മൾ ചെയ്യണം അതൊക്കെ. ചിലപ്പോൾ നമ്മളത് കുറച്ചായിരിക്കും, കുറച്ച് നമ്മൾ അവിടെ വിളിച്ചു വരേണ്ട. എന്നാലും ആർക്കാണോ കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് കൊടുക്കണം. കാരണം ഒരു വറ്റിനും ഒരു ഗ്ലാസ് വെള്ളത്തിനും ഒരു ചെറിയ സാധനത്തിനുമൊക്കെ നമ്മൾ ദാഹിക്കുന്ന, നമ്മൾ വിശക്കുന്ന, നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ ഉണ്ടാകാം. എത്രയെത്ര പണക്കാരും എത്രയെത്ര സൗകര്യമുള്ളവരുമാണ് പട്ടിണി കിടക്കേണ്ടി വന്നത്, പ്രയാസപ്പെടേണ്ടി വന്നത്. ഞാൻ വിശദീകരിക്കണ്ടല്ലോ. വലിയ വലിയ രാഷ്ട്രത്തിന്റെ നായകന്മാർ വരെ അവസാനം അവർക്കൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ പഠിച്ചു ഇങ്ങനെ കാണിച്ചു തരല്ലേ. എന്തിനാ ഇതിലേക്ക് നമ്മൾ വരാൻ? അതിനു വേണ്ടി കാണിച്ചു തരാ പഠിച്ചു. നമ്മൾ അതൊരു വാർത്തയായി, കേവലം ഒരു രാഷ്ട്രീയ വഴക്കായി അല്ല, അത് പഠിച്ചോ നമ്മളിങ്ങോട്ട് ശരിയാക്കുക. എടോ കണ്ടോ, ഇതന്നെയാണ് എല്ലാ മനുഷ്യന്മാരുടെയും അവസ്ഥ. നീ ഉള്ളവനാണ്, എനിക്കതുണ്ട്, എനിക്ക് ഇത്ര ബാലൻസ് ഉണ്ട്, എന്റെ ബാങ്കിൽ അത്ര ഉണ്ട്, ഒന്നും വിചാരിച്ചിരിക്കണ്ട. അള്ളാഹ് എന്താ കണക്കാക്കിയത് നമുക്കറിയാം. അത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിന് നന്ദി കാണിക്കുക. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കൂടുതൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, പ്രയാസമുള്ള പരീക്ഷണങ്ങളിൽ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണം. ഇത് പ്രത്യേകം പ്രാർത്ഥിക്കണം. പലതരത്തിലുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകളും സമൂഹത്തിൽ ഇങ്ങോട്ട് വല്ലാതെ കുമിഞ്ഞുകൂടുകയാണ് മനുഷ്യന്റെ ഈ ഇസ്രാഫ് കാരണം. അതന്നെ കാരണം. ഭക്ഷണത്തിലുള്ള ഇസ്രാഫാണ് എല്ലാത്തിന്റെയും വിഷയം. സൗകര്യങ്ങൾ കൂടിയപ്പോൾ മനുഷ്യന് ഇസ്രാഫ് കൂടി. അപ്പൊ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണം, അള്ളാഹുവെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണം. ഈ രൂപത്തിൽ സഹോദരന്മാരെ നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറഹീമീനായ നാഥ, നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന, നിന്റെയും നിന്റെ പ്രവാചകന്റെയും മലക്കുകളുടെയും സ്നേഹം കിട്ടുന്ന നല്ല ഭാഗ്യവാന്മാരിൽ, നല്ല മനുഷ്യരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അർഹമുറഹീമീനായ നാഥ, നിന്റെ ദീൻ മനസ്സിലാക്കി ഉൾക്കൊണ്ട് തൗഹീദോടുകൂടി ജീവിച്ച്, തൗഹീദിന് വേണ്ടി ജീവിച്ച്, അവസാനം തൗഹീദ്, കലിമത്ത് തൗഹീദ് ചൊല്ലി മരിച്ച് മുവഹിദുകളുടെ കൂട്ടത്തിൽ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു ചേരാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുറഹിമിനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിന് പോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, ലോകത്തുള്ള ഒരുപാട് ഭാഗത്ത് നിന്ന് വന്ന മുസ്ലിം സഹോദരങ്ങൾ, നാഥ, അവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന
المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة